ഹലോ ഫ്രണ്ട്സ്, കുറേ വർഷങ്ങളായി കേരളത്തിൽ ചൂട് കൂടി വരികയാണ്, പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ. ഇതിൻ്റെ പ്രധാന കാരണം എല്ലാവർക്കും അറിയാം. മഴ വളരെ കുറവ്. മാത്രമല്ല, മരങ്ങളെല്ലാം മുറിച്ചു മാറ്റുന്നതാണ് കേരളത്തിലെ ഏറ്റവും വലിയ തെറ്റ്. ഇത് എല്ലാവർക്കും അറിയാമെങ്കിലും ആരും അതൊരു വില വയ്ക്കാതെയാണ് ഈ മരങ്ങൾ മുറിച്ചു മാറ്റുന്നത്. പിന്നെ പോരാത്തിന് എല്ലാ ഭാഗങ്ങളിലും വീടുകളും മറ്റുള്ള കെട്ടിടങ്ങളുമെല്ലാം നിറഞ്ഞു കഴിഞ്ഞു. അത് കാരണം ഭൂമിയിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ഇറങ്ങുന്നില്ല. അതായത് മഴവെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അത് കാരണമാണ് ഈ ഭൂമി ഇത്രയും ചുട്ടുപൊള്ളുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ ചൂട് കൂടാൻ ഇതാണ് പ്രധാന കാരണം, ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ. പക്ഷേ ഈ ചൂട് കുറയ്ക്കാൻ, ഇല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിൽ കുറച്ച് നല്ലപോലെ വെള്ളം സംഭരിച്ച് വയ്ക്കാൻ എന്താ വഴി? വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ ബോറുകൾ കമ്മിയാക്കുക മീൻസ് അനാവശ്യമായിട്ട് ബോർ. ഇപ്പോൾ നമ്മുടെ വാളറിലിരിക്കുന്ന ഒരു വീട്ടിലും ബോറിൻ്റെ ആവശ്യമില്ല. കാരണം കുടിവെള്ളം വേറെ പൈപ്പുകൾ വലിയ ബുദ്ധിമുട്ടിലാണ് നമുക്ക് കിട്ടുന്നത്. കിണറുകളുണ്ട്, അത് ഒന്ന്. പിന്നെ മരങ്ങളൊക്കെ മുറിച്ചിപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ എത്ര മരമുണ്ട്, അതൊക്കെ മുറിച്ചപ്പോൾ അത് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി മുറിച്ചല്ലോ, നാട്ടുകാരുടെ ശല്യം. എൻ്റെ വീട്ടിൽ അതുപോലെ തന്നെ. അതായത് നമ്മുടെ വീട്ടിലൊരു മരം ഉണ്ട് പറഞ്ഞാൽ അത് നല്ല കായ്ഫലം ഉണ്ട് പറഞ്ഞാൽ അടുത്ത വീട്ടുകാർക്ക് ഇരുന്നാ ഒട്ടില്ല. അത് കായ്ക്കാണ്ട് നിൽക്കട്ടെ, അതെ, അത് മുറിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. കായ്ച്ചു തുടങ്ങി അപ്പം മുറിക്കണം. അതെ, അതുവരെ ഇല്ലെങ്കിലും അതുവരെ ഒന്നും ഇല്ല. ഒരു ഫലം വന്നു തുടങ്ങി കഴിഞ്ഞ് പറഞ്ഞാൽ അവർക്ക് പിന്നെ ആ മരത്തിനെ മുറിക്കണം. അവരുടെ വീട്ടിലെ കുപ്പ വീടിന് പറഞ്ഞിട്ട് നമ്മുടെ പറമ്പിലേക്ക് നിൽക്കണം. അവർക്ക് ഒരു ബന്ധവും ഇല്ല. എന്നാലും ആ മരം ഒന്ന് മുറിച്ചാൽ അവർക്ക് സമാധാനമാണ്. പക്ഷേ ഈ മരം മുറിച്ചു കഴിഞ്ഞാൽ ചൂട് കൂടും, അല്ലെങ്കിൽ മഴകൾ കുറയാനുള്ള സാധ്യത കൂടുതലാണ്. ആ ചിന്തയൊന്നും അവർക്കില്ല. അതൊരു ഇതാണ്. അപ്പോൾ പരമാവധി ആൾക്കാർ എന്ത് ചെയ്യണം, എല്ലാ വീടുകളിലും സ്ഥലമുള്ളവർ ചെറിയ മരങ്ങളായാലും ശരി, ഇപ്പോൾ ഒട്ടുതൈകളൊക്കെ വാങ്ങിയിട്ട് വെച്ച് ഓരോ വീടുകളിലും വെച്ച് വയ്ക്കുന്നത് നല്ലതാണ്. വൻ മരങ്ങളൊന്നും വേണ്ട, ചെറിയ ചെറിയ മരങ്ങൾ വെച്ചാലും നമുക്ക് ആവശ്യത്തിനുള്ള ഓക്സിജനെങ്കിലും കിട്ടുമല്ലോ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വരും തലമുറകൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പോൾ നമുക്ക് വെള്ളത്തിന് ഇപ്പോൾ നമ്മൾ പൈസ കൊടുക്കാൻ തുടങ്ങിയില്ലേ വെള്ളത്തിന്? വെള്ളം പൈസ കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. ഇനി ഒരു 10 വർഷം കൂടി കഴിഞ്ഞാൽ ഓക്സിജനടക്കം പൈസ കൊടുത്ത് വാങ്ങും. വെള്ളം തീരെ കിട്ടാണ്ടോ? വെള്ളം ഇല്ല, അപ്പോഴേ ഇല്ല. ഇനി കൃത്രിമ വെള്ളം ഉണ്ടാക്കേണ്ടി വരും. വെച്ചിട്ട് പോകും. കൃത്രിമ വെള്ളം നിർമ്മിച്ച് എല്ലാ വീടുകൾക്കും പമ്പ് ചെയ്യേണ്ടി വരും. കാരണം ഇന്നത്തെ കാലത്ത് ഒരു കുളവോ വല്ല എന്തെങ്കിലും എടുത്ത് നോക്കി കഴിഞ്ഞാൽ പറഞ്ഞാൽ ഒരു കിണറാനുസരിച്ച് കുളവായിരിക്കും. നമ്മൾ അത് പോയി നോക്കി കഴിഞ്ഞാൽ വെള്ളമൊക്കെ കയറുന്നതായിരിക്കും. കാരണം ചുറ്റുമുള്ള ഫാക്ടറികളും മറ്റുള്ള പുക അങ്ങനെയുള്ള ഈ സംഭവം വെള്ളം കേടുവന്നു മലിനമാകാനുള്ള കാരണം. പിന്നെ കക്കൂസ് കുഴികൾ, എല്ലാ വീടുകളിലും കക്കൂസ് കുഴികളുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഈ വെള്ളമാണെങ്കിലും അടുത്ത കിണറുകളിലേക്കും കുളത്തിന് മറ്റതിലൊക്കെ പോകണം. അപ്പോൾ എന്തായാലും വെള്ളം മോശമാകാം. അതൊക്കെ ഒരു കാരണമാണ്. ഈ കക്കൂസ് കുഴി ഇല്ലാതെ ജീവിക്കണം പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അത് നടക്കുന്നു. ഓൾറെഡി വെള്ളം കമ്മിയായി, വെള്ളം നിൽക്കാതായി, കുറച്ച് വെള്ളം ഇങ്ങനെയും. അപ്പോൾ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിലൊക്കെയാണ് പറഞ്ഞാൽ ഒരു മരം കൊണ്ട് പറഞ്ഞാൽ ആ മരത്തിൽ വന്ന ഈ വെള്ളം വീണ് അത് ഓരോ തുള്ളിയായിട്ട് വെച്ച് ഭൂമിയിൽ കയറും. ഈ ഭൂമിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പറഞ്ഞാൽ അത് പതുക്കെയാണ് ഓരോ ഭാഗങ്ങളിൽ ഇല്ലെങ്കിൽ താഴ്ന്ന ഭാഗങ്ങളിലേക്ക് ഈ വെള്ളം പോകുന്നത്. ഇനി ഇറങ്ങി പോകുന്ന സമയത്താണെങ്കിൽ മറ്റുള്ള മരങ്ങൾ അതിൻ്റെ വേരുകൾ ഈ വെള്ളത്തിന് വലിച്ചെടുത്ത് അത് വീണ്ടും ഇതാകും. പിന്നെ ഈ വെയിലത്ത് ഈ ചെടിയിൽ നിന്ന് ഈ വെള്ളം മൊത്തം ആവിയായിട്ട് ഈ ചെടിയിൽ നിന്ന് പോകും. അപ്പോൾ ഈ ഭാഗങ്ങളിലെ ഈ കാറ്റത്ത് ഒരു തണുത്ത വെള്ളം, ഈ വെള്ളം തണുത്തിട്ട് എല്ലാവർക്കും കിട്ടുമ്പോൾ ഒരു തണുത്ത കാറ്റും ഫീൽ ചെയ്യും. അതാണിത്. ഇപ്പം മരങ്ങൾ കമ്മിയായി ഇപ്പോൾ എന്തായി, ഇത് കാരണം ചൂടും കൂടി, ഭൂമിയിൽ വെള്ളമില്ല. ഭൂമി അങ്ങനെ തിളച്ച് എന്താ പറയുക, ചുട്ട് പൊള്ളുകയാണ്. അപ്പോൾ ഈ ചൂട് കൂടി വരാൻ കാരണം അതാണ്. അപ്പോൾ എന്താ പറയുക, ഇത് ഒരാളെ രണ്ടാളെ വിചാരിച്ചിട്ട് കാര്യമില്ല, എല്ലാവരും വിചാരിക്കണം. നമ്മളെ കൊണ്ട് പരമാവധി. എൻ്റെ വീട്ടിൽ ഇപ്പോൾ മരം വെച്ച് പിടിപ്പിക്കാൻ സ്ഥലമില്ല പറഞ്ഞാൽ ചെടികൾ വെച്ച്, പൂച്ചെടികൾ വെക്കാം. ഇല്ലെങ്കിൽ വേണ്ട മറ്റേ പച്ചക്കറികൾ തൈകൾ ചട്ടികൾ വെക്കാനും പറ്റിയാണ് പറഞ്ഞാൽ അത് വെച്ച് പിടിപ്പിക്കും. അത് വളർത്തിയെടുക്കണം. ഒരു മെനക്കെടുത്ത പണിയാണ്. പക്ഷേ ഓരോ വീട്ടിലും ചെയ്യുമ്പോൾ നമുക്ക് നല്ല പച്ചക്കറിയും കിട്ടും, അല്ലെങ്കിൽ നല്ല പഴവർഗ്ഗങ്ങളും കിട്ടും, നമുക്ക് നല്ല ഓക്സിജനും കിട്ടും. പിന്നെ നാട്ടിനും അത് നല്ലതാണ്. ഏതെങ്കിലും വിധത്തിൽ മറ്റുള്ളവർക്ക് ഇതൊരു ഉപകാരമായി മാറും. ഇല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യട്ടെ, എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല പറഞ്ഞിരുന്നാൽ എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. പുതിയ വീടുകൾ പണിയുന്ന സമയത്ത് നിർബന്ധമായിട്ടും മഴവെള്ള സംഭരണി നിർമ്മിക്കാൻ അതിനെ കൊണ്ട് പറയണം. എന്നാൽ മാത്രമേ പെർമിഷൻ കൊടുക്കാൻ പാടുള്ളൂ. ഇല്ല പറഞ്ഞാൽ ഇത് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ പഴയ വീടുകൾക്കും നിർബന്ധമായിട്ട് മഴവെള്ള സംഭരണി എന്തായാലും വേണം, നിർബന്ധമാക്കണം. കാരണം കുന്നുപോലെയുള്ള ഭാഗങ്ങളിൽ വീട് വയ്ക്കുന്നവർക്ക് ഇത് വേണ്ട. കാരണം അത് കുന്നിടിച്ചിലൊക്കെ വരും. പക്ഷെ നിരപ്പായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ ഒരു പഠനം നടത്തി കഴിഞ്ഞാൽ ഏകദേശം അറിയാം ഏത് ഭാഗത്ത് മഴവെള്ള സംഭരണി വെച്ചാൽ നല്ലതാണ്, മാസമാകുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളതൊന്നും വേണ്ട. നിരപ്പായിട്ടുള്ള സ്ഥലങ്ങൾ നമ്മളിപ്പോൾ ചുറ്റുപാടുള്ള നാടുകളുണ്ട്, എന്തായാലും സ്ഥലമില്ലാത്ത വീടുകളൊന്നും ഇല്ല. അപ്പോൾ അവിടെയൊക്കെ ഓരോ മഴവെള്ള സംഭരണി നിർമ്മിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ
നമുക്ക് പരമാവധി ഒരു 10-30 കുടം വെള്ളം ഒരു മണിക്കൂറിൽ ഒരു ഭൂമിയിലേക്ക് ഇറക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ അത്രയും നല്ലതല്ലേ. ഓരോ വീട്ടിലും ഇതേമാതിരി ഇറക്കി കഴിഞ്ഞ് പറഞ്ഞാൽ ഭൂമിയെ ഒന്ന് തണുത്ത് കിട്ടും, പിന്നെ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ട് വരില്ല. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. അത് എല്ലാവരും അവനെ അറിഞ്ഞു ചെയ്യണം. ഇപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ലോൺ കിടക്കട്ടെ അല്ലെങ്കിൽ മന്ത്രിമാർ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ പാടില്ല. ചെറിയ കൈക്കോട്ട് കൊണ്ട് ഒരു കുഴി എടുക്കുക, അല്ലെങ്കിൽ ഒരു മറ്റെന്താ പറയുക, നമ്മൾ വേസ്റ്റ് കുഴിയിൽ ഇറക്കണ റിങ് വാങ്ങിയിട്ട് വിട്ട് വയ്ക്കുക, അങ്ങനെ എന്ത് വേണം ചെയ്യാം. ഇതൊക്കെ നമ്മുടെ ആവശ്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ വരും തലമുറകൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ഇന്ന് ചെയ്യാൻ ഇതൊക്കെ മടിച്ചു, അതൊരു ചിലവാണ്, അല്ലെങ്കിൽ അത് എനിക്ക് പണി ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞ് പറഞ്ഞാൽ അത് നമ്മുടെ തലമുറയെ തന്നെ ബാധിക്കും. ഓരോ വീട്ടിലും ഇപ്പോൾ കുട്ടികൾ വളർന്ന് വരികയാണ്, അവർക്ക് നല്ല ഓക്സിജൻ ഇല്ല. അതേമാതിരി അവർ ഓരോ കാര്യങ്ങൾ പഠിച്ച് വളരണം, ഇതൊക്കെ കണ്ട് അവർ മനസ്സിലാക്കി അവർ വളരണം. എങ്ങനെയോ പറഞ്ഞ് വിട്ട് കഴിഞ്ഞ് പറഞ്ഞാൽ ഈ നാട് നാശത്തിലേക്ക് തന്നെ പോകുന്നത്. എന്തായാലും മരങ്ങൾ മെയിനായിട്ട് എല്ലാ വീടുകളും വയ്ക്കണം. ഇല്ല പറഞ്ഞാൽ ഇനിയൊരു 10 വർഷത്തിനുള്ളിൽ നമ്മുടെ കേരളം, പ്രത്യേകിച്ച് നമ്മുടെ പാലക്കാട് മരുഭൂമിയായി മാറുന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഇപ്പോൾ വെള്ളത്തിന് ബുദ്ധിമുട്ട് പറയുന്നത് മനുഷ്യന്മാർക്ക് മാത്രമല്ല, എല്ലാ പക്ഷി മൃഗങ്ങൾക്കും വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അത് കാരണം നമ്മൾ വീടുകളിലൊക്കെ ചെറിയ മരങ്ങളിലോ ചെടികളുടെ ഇടയിലോ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് കഴിഞ്ഞാൽ അത് പക്ഷികൾക്ക് വന്ന് കുടിക്കാനുള്ള ഒരു ഇതാവും. അതായത് നമ്മൊരു പുണ്യ പ്രവൃത്തി പോലെയാവും ചെയ്യുന്നത്. പിന്നെ അതുപോലെ കാടുകളൊക്കെ നശിപ്പിച്ച് വന്യമൃഗങ്ങളൊക്കെ ഇപ്പോൾ നാട്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ കാടുകളിലൊക്കെ ഒരു കുടിവെള്ളത്തിന് ഉള്ള സൗകര്യങ്ങൾ അത് ഗവൺമെൻറ് തന്നെ അറിഞ്ഞ് ചെയ്താൽ അത് അവിടെയുള്ള പക്ഷി മൃഗങ്ങൾക്കൊക്കെ ഒന്ന് സൗകര്യമാകും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.